ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എൻ്റെ ചിറ്റ ഉണ്ടാക്കിയ ലഡു നല്ല മൊരിഞ്ഞ ലഡു. ഇതൊന്ന് അമർത്തിയാൽ മതിയിട്ട് ഇത് അരിഞ്ഞു പൊക്കോളൂ. ഇത് കടയെന്നല്ല, ഉണ്ടാക്കിയതാണ് എൻ്റെ അമ്മ. കിടക്കിടി അടിപൊളി. പച്ച ലഡു അല്ലേ? പച്ച ലഡു. ഇത് പച്ചല്ലേ? പച്ച ലഡു. ഇത് കടയിൽ പോലും കിട്ടില്ല, അങ്ങനത്തെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് റെസിപ്പി ഇത് ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ റെസിപ്പി എന്ന് വെച്ചാൽ വാങ്ങിച്ചാണോ? ഇതോ ഇതിൻ്റെ പൊടി കട കിട്ടും ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഇതിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത്? ആദ്യം പൊടി ഇട്ടിട്ട് അത് ഇച്ചിരി വെള്ളം, പിന്നെ എന്ത് പൊടിയാ? റവ. ഓക്കെ, റവ പൊടി ഇട്ടിട്ട് എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കും. ഓക്കെ, എന്നിട്ട് കറക്കിയിട്ട് എണ്ണയിലിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ്. പക്ഷെ മധുരം എങ്ങനെയാണ്? ആ പൊടിക്കകത്ത് പഞ്ചസാര ഇട്ടോ ഉണ്ടോ? അല്ല, റവയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് റവയും കൊണ്ട് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധനം. അതുകൊണ്ടാണ് നിങ്ങൾ സോഫ്റ്റ് വന്നിരിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാമല്ലേ? ചായൻ്റെ കൂടെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ചായയും മുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അരിഞ്ഞ് കഴിയില്ല. ചുമ്മാ 4 മണിക്കൊക്കെ തിന്നാൻ കൊള്ളാം. വെറുതെ എന്തോത്തിനാ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നത്? വീട്ടിൽ ഇരുന്നുണ്ടാകാമല്ലോ ചുമ്മാ ലഡു. എടി, നമ്മൾ എന്തോന്ന് കടയിൽ എത്ര രൂപയ്ക്ക് ഒരു ലഡു കിട്ടുന്നത്? കുറേ പൈസ ആവും. ഒരു ഓറഞ്ച് ലഡുവിനും ഈ മഞ്ഞ ലഡുവിനും ഒത്തിരി പൈസയാണ്. പക്ഷെ അവിടെ ഇന്നേ വരെ പച്ച ലഡു നമ്മൾ ഒരു ബേക്കറിയിലും കണ്ടിട്ടില്ല. അതും പച്ച ലഡു മേടിക്കുവാണെങ്കിൽ അത് എരിയുണ്ട്. ഇതിന് എരിയില്ല, നല്ല സോഫ്റ്റ്, നല്ല മധുരമുള്ളതാണ്. വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടാല്ലേ? പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങൾ ഹണി ചേർത്തോ. ഹണിയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റി ആവും. കൊച്ചു പിള്ളേർക്ക് ചിലവർക്കല്ലേ ഹണി ഉള്ളൂ. അതെ, കടയിൽ പോയി വാങ്ങിക്കാമല്ലോ. പൈസ ഒരു കടയിൽ പോയി ഒരു 40 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ, ഒരു 100 രൂപയ്ക്ക് ഒരു ഹണി കിട്ടും. എന്നാലും നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. വേദോടനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ലഡു നല്ല സൂപ്പർ സാധനം.